ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും വെക്കേഷനൊക്കെ അട്ടിച്ച് പൊളിച്ച് റെഡി ആയിട്ട് സെറ്റായിട്ട് എക്സാം ഒക്കെ എഴുതിയതിന് ശേഷമാണ് പോയത്. പക്ഷെ നമ്മൾ എക്സാമിന് കുറേ പേർക്ക് കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ ഇനിയും കഴിഞ്ഞില്ല എന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എവിടെയാടാ തീർക്കേണ്ടത്? നമ്മളെ മെയിൻ എക്സാമിലാണ്. അപ്പൊ മെയിൻ എക്സാമിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഏതടാ? ജോയിനിങ് ആംഗിൾസ് എന്ന് പറഞ്ഞ, അല്ലെ? കോണുകൾ ചേരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആംഗിൾസ് ഏഡ് ചെയ്യാനുണ്ടാവും, കൂട്ടി നോക്കാനുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എൻ്റെ മക്കൾക്ക് വേഗം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അത് നമ്മൾ ലൈവിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചെങ്കിലും ഇനിയും ആംഗിൾസ് ഏഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള എൻ്റെ മക്കളുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നത്. ഇനി അപ്പൊ അത് തെറോ ആയിരിക്കണം. ഇനി ഏത് ഭാഗത്തു നിന്നും നമ്മൾ ആംഗിൾസ് ഏഡ് ചെയ്യാനുള്ള ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യം വന്നാലും എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് കാണിച്ചു തരാം. വേഗം മിസ്സിന്റെ കൂടെ നല്ല രീതിയിൽ കമന്റ് ബോക്സിൽ ഓരോ ചോദ്യം കാണുമ്പോൾ ആൻസർ പറഞ്ഞിട്ട് പോവാട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ആദ്യത്തെ ഒരു ചോദ്യം കാണിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ആംഗിൾ എന്താണ് എന്നൊക്കെ പറഞ്ഞതാണ് അല്ലെ? ആംഗിൾ എന്താണ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് എൻ്റെ കുട്ടികൾ. അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം തന്നെ മിസ് ഇതാ ഇവിടെ ഒരു വലിയ ആംഗിൾ എന്നുള്ള രീതിയിൽ ABC അതേപോലെ D എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ രണ്ട് ആംഗിൾസ് അല്ലെ, രണ്ട് ആംഗിൾസ് കൂടി ചേർന്നപ്പോഴാണ് ഒരു വലിയ ആംഗിൾ അവിടെ ഉണ്ടായത് അല്ലെ? ഈ രണ്ട് ആംഗിള് കൂടി ചേർന്നപ്പോഴാണ് ആ ഒരു വലിയ ആംഗിൾ, ഈ വലിയ ആംഗിള് ഇവിടെ ഉണ്ടായത്. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, ഫൈൻഡ് കോൺ ABC. ആംഗിൾ ABC കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേടാ? എവിടെ ABC? ഇതാ ABC എന്ന് പറഞ്ഞ ഈ ഒരു വലിയ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. കുഞ്ഞി രണ്ട് ആംഗിൾസ് അല്ലെ? ഇവിടെ ഉള്ളതാ ഈ കുഞ്ഞി രണ്ട് ആംഗിൾസ് കൂട്ടി കഴിയുമ്പോഴല്ലേ നമ്മൾ രണ്ടു കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ആ വലിയ ആംഗിൾ വരുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് ആ രണ്ട് ആംഗിളും ഏഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ആദ്യത്തെ ആംഗിൾ ആയിട്ടുള്ള, അത് മാത്രമല്ല എന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആംഗിൾസ് ഏഡ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ആംഗിൾസ് ഏഡ് ചെയ്തിട്ട് എഴുതി കൊടുത്താൽ മതി. പക്ഷെ എക്സാമിന് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഓരോ ആംഗിളിന്റെ പേര് എഴുതി അത് ഓരോന്നായിട്ട് ഏഡ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പൊ വേഗം നമുക്ക് ഇതായിരിക്കും ആൻസർ എന്ന് അറിയെങ്കിലും അത് മാത്രം എഴുതി വെക്കരുത്. എന്ത് ചെയ്യണം? ഇത് ഇവിടെ ആംഗിൾ ABDയും അതേപോലെ ആംഗിൾ DBCയും കൂടെ ആഡ് ചെയ്തതാണ് നമുക്ക് ഈ വലിയ ആംഗിൾ എന്നുള്ളത് അറിയാം. ഓക്കെ, ഈ കുഞ്ഞായിട്ടുള്ള രണ്ട് ആംഗിൾ ആണ് മിസ് ഇവിടെ എഴുതിയ പേരുകള്. അപ്പൊ അത് ഏതൊക്കെയാ വരുന്നത്? 35 ഡിഗ്രിയും 40 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അത് എഴുതി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എക്സാമിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ എൻ്റെ മക്കൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഏഡ് ചെയ്യാൻ വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ അത് ഇങ്ങനെ നേരെ എഴുതിയിട്ട് ഏഡ് ചെയ്യാൻ അറിയാത്ത മക്കൾ എന്ത് ചെയ്യുക? 35ഉം 40ഉം കൂടെ ഇങ്ങനെ താഴെ എഴുതി ഏഡ് ചെയ്താലും മതി. എത്ര വരുവടാ? 75 ഡിഗ്രി എന്ന് വരും അല്ലെ? അപ്പൊ 75 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഈ വലിയ ആംഗിള് 75 ഡിഗ്രി ആണ്. സിമ്പിൾ ആണെങ്കിൽ ഇത് രണ്ടാമത്തെ ചോദ്യം മിസ് വേഗം എൻ്റെ മക്കൾ വേഗം ചെയ്യണം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണം, പക്ഷെ ഓരോ സ്റ്റെപ്പ് എഴുതി ചെയ്യണം. ഇപ്പൊ മിസ് എന്ത് ചെയ്യുന്നുണ്ട് മക്കൾ? ആ ഓരോ സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം വേഗം നമുക്കൊന്ന് ഏഡ് ചെയ്തിട്ട് എത്രയാണ് എൻ്റെ മക്കൾക്ക് കിട്ടുന്ന ആൻസർ അത് തന്നെയാണോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് കോൺ PQR. ആംഗിൾ PQR കണ്ടുപിടിക്കണം. PQR. അപ്പൊ ആംഗിൾ ഏതാ വരിക? ഈ വലിയ ആംഗിൾ ആണ് വരിക, വലിയ ആംഗിൾ ആണ്. അപ്പൊ കുഞ്ഞി രണ്ട് ആംഗിൾസ് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വലിയ ആംഗിൾ കിട്ടും നമുക്കറിയാം. അപ്പൊ കുഞ്ഞായിട്ടുള്ള രണ്ട് ആംഗിൾ ആരൊക്കെയാണ്? കോൺ PQSഉം അതേപോലെ കോൺ SQRഉം ആണ് അല്ലെ? കുഞ്ഞായിട്ടുള്ള രണ്ട് ആംഗിൾസിന്റെ പേര് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ അളവുകൾ എത്രയാണോ അത് എഴുതി കൊടുത്താൽ മതി. ഒന്ന് 10 ഡിഗ്രി ആണ്, ഒന്ന് 70 ഡിഗ്രി ആണ്. ഏഡ് ചെയ്തൂടെ? വളരെ സിമ്പിൾ ആയിട്ട് ഏഡ് ചെയ്യാം. ഏഡ് ചെയ്താൽ 80 ഡിഗ്രി എന്ന് വരും. അപ്പൊ വലിയ ആംഗിൾ, രണ്ട് കുഞ്ഞു ആംഗിൾ ആഡ് ചെയ്യപ്പോ വലിയ ആംഗിൾ 80 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ മക്കൾ ഇതൊന്ന് വേഗം ചെയ്ത് നോക്കിക്കേ. പക്ഷെ ഇവിടെ ആംഗിളിന്റെ രൂപം ഒന്ന് മാറി. നേരത്തെ ചെറിയ ആംഗിൾ ആയിരുന്നു, പക്ഷെ ഇവിടെ വലിയ ആംഗിൾ ആയി. അപ്പൊ വലിയ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രണ്ട് ആംഗിൾസും ഇതേപോലെ ആഡ് ചെയ്യാനേ ഉള്ളൂ. അപ്പൊ കാണുമ്പോൾ ചിത്രം ഒന്ന് വേറെയാണ് അല്ലെ? പിക്ചർ ഒന്ന് വേറെയാണ്, ആംഗിൾ വേറെയാണ്. അപ്പൊ വേറെ രീതി ആയിരിക്കും എന്നൊന്നുമില്ല. ആ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ മാത്രം മതി. നോക്കാം നമുക്ക് എന്താ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മളോട്.
ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നേരത്തെ ചെയ്ത പോലെ തന്നെ കോൺ XYZ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ XYZ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ഇതാ ഇവിടെ ഉണ്ട്, വൈ ഇവിടെ ഉണ്ട്, സെഡ് ഇവിടെ ഉണ്ട്. ആ വലിയ ആംഗിൾ ആയിട്ടുള്ളതാ ഈ വലിയ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? കുഞ്ഞായിട്ടുള്ള 2 ആംഗിൾസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ആഡ് ചെയ്താൽ എത്ര വരും? 70 ഡിഗ്രിയും 70 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്താൽ 140 ഡിഗ്രി ആണെന്ന് വരും. അപ്പൊ ദാ ഈ വലിയ ആംഗിള് 140 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ മിസ് പറഞ്ഞിട്ട് എന്റെ മക്കൾക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് കൂടെ തരാം. വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നോക്കിക്കേ, എന്താ ചെയ്യേണ്ടേ? ദേ ഇവിടെ ഒരു കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് നമ്മളോടൊന്ന് മാറ്റി ചോദിച്ചു. നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ ചോദ്യങ്ങൾ തരുമ്പം ഏഡ് ചെയ്യാൻ തന്നെ ആയിരിക്കുമോ? ആംഗിൾ കണ്ടുപിടിക്കാനാണ്, പക്ഷെ ഏത് ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്നുകൂടെ എന്റെ മക്കളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളെ ക്വസ്റ്റ്യനില് ഫൈൻഡ് കോൺ ABD എന്നാ ചോദിച്ചത്. ABD എവിടെയൊക്കെയാ വരുന്നത് നോക്കാം അല്ലെ. ABD ഇവിടെയാണ് വരുന്നത് എന്ന് പറഞ്ഞാല് ഈ കുഞ്ഞു ആംഗിളാ നമുക്ക് കണ്ടുപിടിക്കണം. വലിയ ആംഗിൾ അല്ല, ആ ചെറിയ ആംഗിളാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്നത് ആരൊക്കെയാണ് എന്ന് എന്റെ മക്കളെ ശ്രദ്ധിക്കണം. തന്നത് നോക്കിക്കേ, ഈ വലിയ ആംഗിള് 150 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ കുഞ്ഞു ആംഗിൾ ആയിട്ടുള്ള 50 ഡിഗ്രിയും നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു ബാക്കിയുള്ള ഈ ഒരു ആംഗിള്, ബാക്കിയുള്ള ഈ കുഞ്ഞു ആംഗിള് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ ആയിട്ട് വലിയ ആംഗിൾ എന്ന് തന്നിട്ടുള്ള കുഞ്ഞു ആംഗിൾ കുറച്ച് കളഞ്ഞാൽ മതി അല്ലേ? നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഒന്ന് വേഗം സബ്സ്ട്രാക്ട് ചെയ്യണം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സൈഡ് എഴുതിയിട്ട് പോവാ. ഓക്കെ, അപ്പൊ വലിയ ആംഗിളിൽ നിന്നും കുഞ്ഞു ആംഗിൾ കുറയ്ക്കാനാ. വലിയ ആംഗിൾ ഏതാ ഇവിടെ? വലിയ ആംഗിൾ ആയിട്ട് വരുന്നത് ABC ആണ് അല്ലെ. അപ്പം ABCയിൽ നിന്ന് എത്ര കുറയ്ക്കണം? ചെറിയ ആംഗിൾ തന്നിട്ടുള്ള ചെറിയ ആംഗിൾ ആരാ? 50 ഡിഗ്രി ആയിട്ടുള്ള കോൺ DBC ആണ്. കോൺ DBC കുറച്ചാൽ മതി. അപ്പൊ എത്ര വരിക? 150 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. 100 ഡിഗ്രി ആൻസർ കിട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഇതാണ് 100 ഡിഗ്രി. അവിടെയാണ് നമുക്ക് 100 ഡിഗ്രിന്ന് കിട്ടിയത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഏഡ് ചെയ്യാനാണോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണോ കണ്ടുപിടിക്കേണ്ടത്, ആംഗിൾ ഏതാണ് എന്നെ മക്കളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓടിപ്പോയിട്ട് ഈ ചോദ്യത്തിന്റെ ആൻസർ എന്റെ മക്കൾ കമന്റ് ബോക്സിൽ പറയണം. എത്ര മക്കള് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആംഗിൾസ് ഏഡ് ചെയ്യാൻ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മിസ് നോക്കൂട്ടോ. അപ്പൊ അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ വന്ന് പറയാ. ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നിങ്ങളെ സംശയങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് മിസ് എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.